ഹാർട്ട് ആൻഡ് ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒരു നന്നേ ചെറുപ്പം സൂക്ഷിക്കുന്ന അതിപരിചയസമ്പന്നനായ വ്യക്തിയാണ്. റെവറൻ ഡോക്ടർ ഐസക് ചക്കാലപ്പറമ്പിൽ CMI. അച്ഛാ, സ്വാഗതം. താങ്ക് യു. സന്തോഷം. എൻ്റെ പഴയ സ്ഥലത്ത് ഇവിടേക്ക് വന്നൊന്ന് കാണാനൊക്കെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛാ, ഇവിടുത്തെ അച്ഛൻ്റെ ദീർഘമായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ തേവരെക്കുറിച്ചും ഇവിടെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ മിക്കവാറും എൻ്റെ യുവത്വം മുഴുവൻ കഴിച്ചത് ഈ തേവര പെരുമാനൂർ ഭാഗങ്ങളിലാണ്. എൻ്റെ അമ്മ വീട് പെരുമാനൂരാണ്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ വഴിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പള്ളിയിൽ തേവര കോയന്തപ്പള്ളി വരാനായിട്ട് അമ്മച്ചിയുടെ കൂട്ടത്തിൽ വരും. പക്ഷേ അന്നേരം അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ എന്നെ മുറയ്ക്ക് പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ്സിൽ അവിടെ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഗ്രാൻഡ് മദർ പുള്ളിക്കാരത്തെ അവിടെ വന്നപ്പോഴത്തേക്ക്, എടാ ഇങ്ങോട്ട് പോരെ, ഞാൻ അവിടെ കൊണ്ടുപോയി നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവിടെ തേവരയ്ക്ക്. അപ്പോൾ ഇവിടെ വന്ന്, അപ്പോൾ അന്നേരം 1ാം ക്ലാസ് കഴിഞ്ഞതാണ് ഞാൻ അവിടെ. അപ്പോൾ ശരിക്കുള്ള സ്ഥലം എവിടെ? ചേർത്തലയാണ് എൻ്റെ ഫാദറിൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് 1ാം ക്ലാസ്സിൽ പിന്നെയും ചേർത്തു. കാരണം ആ കാലങ്ങളിലെ സർട്ടിഫിക്കറ്റ് 1ാം ക്ലാസ്സിൽ പേടിക്കാനായിട്ട് ഇവൻ കൊച്ചല്ലേ, പോയി ചേരട്ടെന്ന്. പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, നമ്മുടെ സാർമാർ, അങ്ങനെ സന്തോഷമായിട്ട് വന്നു. അങ്ങനെ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്സിലാണ് നമ്മുടെ ലോനം മാഷില്ലേ, ലോനം മാഷ് ഇവിടെ ഉണ്ടായിട്ടവര് അല്ല, നമ്മുടെ ഇവിടെ പിന്നെ ആ പുള്ളിയുടെ മകൻ ആണ് ഇവിടെ പിന്നെ അതുണ്ടായിരുന്നു. പുള്ളിയുടെ ഭാര്യയായിരുന്നു പിന്നെ എന്നെ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്. പിന്നെ കാക്കോ മാഷായിരുന്നു 4ാം ക്ലാസ്സിൽ. കാക്കോ മാഷ് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ പള്ളിയിൽ വരണം. ഇങ്ങനെ കിട്ടുമ്പോൾ 1ാം ക്ലാസ്സുകാർ എഴുന്നേൽക്കുക, 2ാം ക്ലാസ് വരെ എഴുന്നേൽക്കുക, അങ്ങനെയാണ് ഒരു സൂത്രം. അവിടെ വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പ്രാർത്ഥിക്കും. അതിന് പിന്നെ കാക്കോമാഷാണ് അതിന് പ്രധാനമായിട്ട് അതിന് പ്രാർത്ഥനയൊക്കെ തരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിലേക്ക് കൂട്ടുകാരുടെ കൂടി അങ്ങനെ പോയി സന്തോഷമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നത്തെ പഠനമാണ്. പിന്നെ ഹൈസ്കൂളിലേക്കല്ല, ആദ്യമേ 4.5 ക്ലാസ് എന്ന് പറയും അതിന്. പ്രിപ്പറേറ്ററി ക്ലാസ് എന്ന് പണ്ട് പറയായിരുന്നു, അല്ലെങ്കിൽ 4.5 ക്ലാസ് മലയാളത്തിൽ എങ്ങനെയാ പറയുക. അവിടെ വന്ന് ഇവിടെ തേവരെ തന്നെ 4.5 ക്ലാസ്സിൽ ചേർന്നു. അപ്പോൾ അതിനെ പഠിപ്പിച്ചിരുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ, അന്ന് നമ്മുടെ പിന്നെ വിക്ടോറിയൻ അച്ഛൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. വിക്ടോറിയൻ അച്ഛൻ ഒന്ന് സ്കൂളിൽ പഠിപ്പിച്ചു. അന്ന് ഞാൻ പഠിക്കാൻ നല്ല കുട്ടിയായിരുന്ന കാരണം എനിക്കൊരു പുസ്തകം വെറുതെ തന്നു, അതായത് ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് അന്ന് വലിയ സന്തോഷം, വീട്ടിൽ കൊണ്ട് കാണിച്ചു. അങ്ങനെ വലിയ കേമനായിട്ട് അങ്ങനെ പഠിച്ച് പിന്നെ 6ാം ക്ലാസ് ആയപ്പോഴത്തേക്ക്, അന്നേരമാണ് 6ാം ക്ലാസ്സിലായപ്പോഴാണ് 1949 നമ്മുടെ സ്കൂളിൻ്റെ ജൂബിലി വർഷം. അത് ആ ജൂബിലി വർഷത്തിൽ പിന്നെ വലിയ സെമായിട്ട് എനിക്ക് പിന്നെ 2 സമ്മാനം കിട്ടി. ഒന്ന് ജനറൽ പ്രൊഫിഷ്യൻസി, എല്ലാത്തിനും ക്ലാസ്സിൽ ഫസ്റ്റ്, പിന്നെ ഗുഡ് കോണ്ടക്ട്. ഈ 2 അതിന് വേറെ ഒന്നും കിട്ടിയില്ല, 2 കടലാസാണ് കിട്ടിയിരിക്കുന്നത്, 2 സർട്ടിഫിക്കറ്റ്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായിട്ട് വെച്ച് എൻ്റെ പപ്പ പിന്നെ ചേർത്തലെന്ന് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ പിന്നെന്താ എളിമ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ അമ്മച്ചി പറഞ്ഞ് അവന് ഏതാണ്ട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പം ഞാൻ ഓടിച്ചെന്ന് അതെല്ലാം എടുത്ത് ചാച്ചനെ കാണിച്ചു കൊടുത്തതൊക്കെ ഓർമ്മയുണ്ട്. മനോഹരമായ ദിവസങ്ങളായിരുന്നു, സന്തോഷമായിട്ട്. അപ്പോൾ ആ കാലങ്ങൾ അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് വന്ന്, അപ്പോഴാണ് നമ്മുടെ കുഞ്ഞേട്ടനൊക്കെ, ഇദ്ദേഹത്തിൻ്റെ പപ്പ, ഇദ്ദേഹമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കേട്ടോ. എൻ്റെ അമ്മയും ഇദ്ദേഹത്തിൻ്റെ അമ്മയും ഫസ്റ്റ് കസിൻസാണ് എൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇദ്ദേഹം അവിടെ അടുത്തുള്ള സമയത്ത്. പക്ഷേ ഇവൻ കൊച്ചായിട്ട് ജോൺസണായിട്ട് നടക്കുക, കുഞ്ഞായിട്ട് അതിലേക്ക് നടന്ന് പഠിച്ചത് ആ കാലത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഹൈസ്കൂളിൽ നിന്ന് SSLC കഴിഞ്ഞു. SSLC കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ സൊഡാലിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. സൊഡാലിറ്റിയിലൊക്കെ ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട്. അപ്പോഴാണ് വടക്കേ ഇന്ത്യയിൽ പാറ്റ്ന അവിടെ മിഷനിൽ വലിയ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അവിടെ പോയി മിഷനറി ആകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ അന്നേരം എങ്ങനെയാണ് ഇപ്പം ജസ്വിറ്റ് ആവണമെന്ന് ആരോട് ചോദിച്ച് പറഞ്ഞ്, അത് പാലായ്ക്ക് എഴുതിയാൽ മതി, അവിടെ വെള്ളരിങ്ങാട്ടച്ഛനുണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ ആളെന്ന് പറഞ്ഞു. ഞാൻ വെള്ളരിങ്ങാട്ടച്ഛൻ എഴുതി.
അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോന്നപ്പോഴത്തേക്ക് എന്നെ ക്ലാസ്സിൽ ഈ കാറ്റഗിസം പഠിപ്പിച്ചത് ആരാന്നറിഞ്ഞാവോ? നമ്മുടെ ലേത്തൂസച്ചൻ. ലേത്തൂസച്ചൻ എന്നെ കണ്ടപ്പോൾ ഐസൊക്കെ എന്താണ് പരിപാടി? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ അച്ഛനാകാൻ പോവാ. എവിടെ എവിടെ എവിടെ? ഞാൻ പോകാൻ പോകുന്നത് ജസ്വീറ്റ് പാറ്റ്ന. അത് ശരി, അത് നല്ലതാണല്ലോ. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ അപ്പം എനിക്കറിയാൻ പാടില്ല എന്താണ് CMI എന്താണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ജസ്വി അച്ഛനാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ചേരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഇടവകയിലെ വൈദികനാകണമെന്ന് ഒരു താല്പര്യം തോന്നി? ഇല്ല, അന്നേരം അങ്ങനെ ആശയം. കാരണം ഞാൻ എപ്പോഴും ഈ കൊവേന്തയായിട്ടാണല്ലോ. അപ്പോൾ വേറെ അച്ഛന്മാരങ്ങനെ പിന്നെ പള്ളിയിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അങ്ങനെ ഒരു ആശയം എനിക്ക് അന്നേരം വന്നില്ല. കാരണം ഈ മിഷനറി സ്പിരിറ്റ് സൊഡാലിറ്റിയിലുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ സൊഡാലിറ്റിയിലുണ്ടായിരുന്ന കാരണമാണ് മിഷൻ പോകണം, അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ ശരിപ്പെടുത്തണമെന്നുള്ള ആശയം വന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ജോസഫ് പാത്തച്ചനാണ് ഇവിടുത്തെ പ്രിയർ. ജോസഫ് പാത്തച്ചൻ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ജോസഫ് പാത്തച്ചനോട് അപ്പോൾ എന്നോട് ലേത്തൂസച്ചൻ പറഞ്ഞ് ജോസഫ് പാത്തച്ചനെ കാണാൻ പറഞ്ഞു. അവിടെ ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല കാര്യമാണ്, പക്ഷേ ഇവിടെ പിന്നെ ഐസക്കിൻ്റെ സ്ഥലം ചേർത്തലയല്ലേ, അപ്പോൾ അവിടുത്തെ കൊവേന്തെ ചെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് അച്ഛനാകാൻ പോകണം, ഞാൻ കൊവേന്തയിലേക്ക് പോകാനായിട്ടാണ്. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞ് ഇവിടെ മണപ്പുറത്ത് പോയിന്ന് അവിടുത്തെ കൊവേന്തയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാച്ചൻ എന്നോട് പറഞ്ഞു നീ അല്ലേടാ മൂത്തത്, നീ ഇപ്പോൾ അച്ഛനാകുമ്പോൾ എങ്ങനെ എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി. ഞങ്ങൾ 6 പിള്ളേരാണ്, ഞാനാണ് ഏറ്റവും മൂത്ത ആൾ. അപ്പോൾ ആദ്യത്തൊക്കെ അവർ വിചാരിച്ച് എൻ്റെ ചേട്ടൻ അമ്മ, അതായത് വല്യപ്പൻ്റെ മകൻ ഒരാൾ പിന്നെ വയലാറ് സാറാണ്. അപ്പോൾ ഇച്ചാച്ചൻ പുള്ളിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവനെയും കൂടി ഇവനെയും കൂടി സാറാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ അതിനകത്ത് വിടാനായിട്ടായിരുന്നു ആദ്യത്തെ പ്ലാൻ. ഞാൻ ആദ്യമേ പുള്ളിയെ എന്നെ കൊണ്ടുപോയി ഇവിടെയൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനില്ലോ, എനിക്ക് അച്ഛനാവണം. അവിടെ ഇച്ചാച്ചൻ എന്നെ കൊണ്ട് ഇവിടെ പിന്നെ മണപ്പുറത്ത് കൊണ്ടുപോയി. അവിടെ അന്ന് ഡൊമിനിങ്കോസിനാണ് പ്രിയർ. ഡൊമിനിങ്കോസ് എന്നെ ആഘോഷമായിട്ട് പിടിച്ച് ഞാൻ അകത്ത് അവിടെ അന്നത്തെ ദിവസം അവിടെ പാർക്കാൻ പറഞ്ഞു അവിടുത്തെ മണിമുറിയിലേ. അപ്പോൾ അങ്ങനെ അവിടെ ശാപ്പാടൊക്കെ തന്നു, രാത്താഴത്തിനൊക്കെ ശാപ്പാടൊക്കെ തന്നു. നാണ്ട് ഇച്ചാച്ചൻ പോയി, നാളെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അവർ ചെറു കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നൊരു തമാശ ഉണ്ടായി. എന്നു വെച്ചാൽ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ നമ്മുടെ ആ ബ്രദറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം വാതിൽ തുറന്ന് ഇങ്ങനെ കൂടെ നോക്കി തന്നെ. അപ്പം ഞാൻ കരുതി ഇദ്ദേഹം ആയിരിക്കും മിക്കവാറും ഈ ഞങ്ങളെയൊക്കെ നോക്കാനുള്ള ആൾ, എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാൻ വന്നതാവും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് കുർബാനയ്ക്കുണ്ടല്ലോ, ഞാൻ അവിടെ പോയി മുട്ടുകുത്തി ഇരുന്ന ഖുർആനോട് ഈ ആൾ ഈ സൈഡിൽ ഇരിപ്പുണ്ട്, എന്നെ വന്ന് നോക്കിയ ആൾ. അപ്പോൾ അത് ഞാൻ ഖുർആനെല്ലാം ഭക്തിയായിട്ട് മുട്ടുകുത്തി കണ്ട് അത് കഴിഞ്ഞ് ഡൊമിനിങ്കോസിനായി കാലത്ത് കാപ്പിയും തന്നു. അപ്പോൾ ഇച്ചാച്ചൻ വന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ കൊവേന്തയിലേക്ക് അതിനുള്ള അത് ഒരു ജൂൺ മാസം 1954 ജൂൺ മാസം. അത് ആ കാലങ്ങളിൽ 6 ഷർട്ടുകൾ, പിന്നെ 6 മുണ്ട്, പിന്നെ ഒരു മെത്തപ്പായ, അതിനകത്തൊരു തലവണ, പിന്നെ ഒരു ട്രങ്ക് വെട്ടി, പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മീശ പിടിക്കാനുള്ളതും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചാച്ചനോട് ഞാൻ പറഞ്ഞ് അവിടെ അവരിനകത്ത് നിനക്ക് മീശ ഇല്ലല്ലോ, നീ പെയിനെ പഠിക്കാൻ പോണേ. അപ്പം അത് കാരണം അത് അന്നേരം മേടിച്ചില്ല. ബാക്കിയുള്ള സാധനമായിട്ട് തേവരെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ തേവരല്ല, ആലുവയിൽ ചെന്നിറങ്ങി അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പത്രോസ് തോമാച്ചനാണ് ആ കാലത്ത് ഇവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം റിട്ടയറായി, അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു. ആളുകളൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്കും ഒരു കടലാസ് തന്നു, ഞാനും ഒരുപാട് എഴുതി. അത് കഴിഞ്ഞ് തമാശ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ സെമിനാരിയിലേക്കല്ലേ വരണേ, അപ്പോൾ അവിടെയൊക്കെ മലയാളം പറയാൻ പറ്റില്ലായിരിക്കും, ഇംഗ്ലീഷ് പറയണ്ടേ. അപ്പം ഞാൻ ആദ്യമേ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങി അവരോട്. അപ്പോൾ അവർ വായ പൊളിക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? ഇല്ല, ഇംഗ്ലീഷ്, അതായത് നമ്മൾ അച്ഛനാകാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം വേണ്ടേ. ശരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ 1-ാം കൊല്ലം അത് പിന്നെ ലത്തീൻ പഠിക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു 4 പേരെ ഞങ്ങൾ തിരിഞ്ഞെടുത്തു. നമ്മുടെ ജോൺ ബർഗ്മാൻസിച്ചനാണ് ഇപ്പോൾ പ്രൊവിൻഷ്യാൾ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ തേവരയ്ക്ക് കൊണ്ടുവന്നു.
നിങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. ശരി. അങ്ങനെ അവിടെ വന്ന് ആദ്യമേ ഞങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിച്ചു. അപ്പോൾ അത് നന്നായിട്ട് 1 വർഷം 2 വർഷം 2 വർഷം നമ്മുടെ ഈ കോളേജിൽ. അന്നേരം മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മൾ പിന്നെ കോളേജ്. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അതിന് ഇന്റർമീഡിയറ്റിന് 2 കൊല്ലമാണ്. ആദ്യത്തെ കൊല്ലവും 2ാമത്തെ കൊല്ലവും കഴിഞ്ഞ് അതിൻ്റെ പരീക്ഷ പാസ്സായി എനിക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടി 3 സബ്ജക്റ്റിനും. അതായത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്. അപ്പൊ ഞാനുണ്ട്. ഇംഗ്ലീഷും ഒക്കെ പഠിക്കണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഇത് ബാക്കിയെല്ലാം കണക്ക്, ബയോളജി, കെമിസ്ട്രി എല്ലാം ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാം ഇംഗ്ലീഷിലൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിലാണ് നമ്മൾ പിന്നെ ഹിലാരി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഹിലാരി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പിന്നെ ജോൺ സാർ, KJ ജോൺ സാർ എന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? അയാളും ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ. പിന്നെ മലയാളം പിന്നെ ഭാഷ, ഫിസിക്സ്. മലയാളം ആരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? മലയാളം ചാക്കോ സാർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ചുമ്മാർ സാറ് ഉണ്ടായിരുന്നു. ചുമ്മാർ സാർ മലയാളം പഠിപ്പിച്ചു. മലയാളം ചുമ്മാർ സാറ്. അപ്പോൾ അങ്ങനെ അത് പഠിച്ചിട്ടാണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് പഠിച്ച് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ അത് കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷും ലത്തീനും സുറിയാനിയും പഠിക്കണമെന്ന്. അതിനാണ് ഇവിടെ ആലുവയിൽ പോയി. അവിടെയാണ് നമ്മുടെ ആസ്പിരന്റ് ആയിട്ട് മുറിക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അല്ല, അപ്പൊ ഇന്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ആശ്രമത്തിലാണോ താമസിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ ആശ്രമത്തില് 3ാം നിലയിൽ. എൻ്റെ 3ാം ഞങ്ങൾ 10-12 പേരുണ്ടായിരുന്നു. ആ കാലത്തുണ്ടായിരുന്നതാണ് നമ്മുടെ പിന്നെ ജെറാൾഡ് പടിഞ്ഞാറേ പേടി, ആ പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഒരു TV ജോർജ്, അദ്ദേഹം പോയി. പിന്നെ 2ാമത്തെ ബാച്ചിലായിട്ട് NG ജോൺ, പിന്നെ ജോൺ ബർക്ക്മാൻ സച്ചിനൊക്കെ നേരം അവരൊക്കെ ഹൈസ്കൂളിൽ, ഞങ്ങൾ കോളേജിൽ. അങ്ങനെ ആദ്യത്തെ ബാച്ചായിട്ട് ഓസ്വാൾഡച്ചനായിരുന്നു ഞങ്ങളുടെ ഗുരു നേരം ആദ്യത്തെ കൊല്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ സെവരീനോസിനായിരുന്നു 2ാമത്തെ. അപ്പോൾ അങ്ങനെ ആ കാലങ്ങളൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഈ പിന്നെ ലത്തീനും സുറിയാനിയും ആദ്യത്തെ കൊല്ലം ആലുവയിലായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം ഇവിടെ കൂനമ്മാവില് നമ്മുടെ സിപ്രിയാനോ 2 വർഷം ലത്തീനും സുറിയാനിയും പഠിച്ചു. അപ്പൊ ഇപ്പോഴും ആ ഭാഷകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കൊന്ത ചെല്ലാനായിട്ട് പിന്നെ നന്മ അറിഞ്ഞോറിയും ചെല്ലാൻ വേണി ഇസ്ലാമിലെ മറിയം അലി സൈബൂസ മാറന്നമ്മേ മാറത്താത്മനിശ്ചയ മാറാവു പേറാദർ സഹീശോ കന്ദിഷ്താ മർത്തമറി എമ്മേദാലാഹ സലായലൈൻ ഹതായ ആശ ഓഷാസാദ് മൗത്തനാമേ. കുർബാനയൊക്കെ വായിച്ച് ചെല്ലാൻ പറ്റുമോ? ഞങ്ങള് പിന്നെ നെഗോഷിയേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ സുറിയാനിയിലായിരുന്നു ഈ നമസ്കാരം പറയുന്നത് കേട്ടാ മനസ്സിലാവും. അതായത് അങ്ങനെ സംസാരിക്കില്ല അധികം. പക്ഷെ ഈ സുറിയാനിയിൽ നമ്മുടെ പിന്നെ ഭാഷ ഈ കാനൂൻ നമസ്കാരമൊക്കെ സുറിയാനി തന്നെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2 കൊല്ലത്തെ ഇത് കഴിഞ്ഞ് നെഗോഷിയേറ്റ് കൊറവിറ്റിയിലായിരുന്നു. കൊറവിറ്റിയിൽ 1 കൊല്ലം കൂടി ഉണ്ടായിരുന്നു ജൂനിയറേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ധർമാരാം കോളേജിലേക്ക് പോയത്. ധർമാരാം കോളേജിൽ പോയിട്ട് പിന്നെ ആദ്യത്തെ 2 കൊല്ലം ഈ ഫിലോസഫി. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ 3 കൊല്ലമാണ് ഫിലോസഫി കോഴ്സ് അവിടെ. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞ സാലസ്റ്റിനായിരുന്നു ഇവിടുത്തെ നമ്മുടെ പ്രൊവിൻഷ്യാളി. അപ്പം ഞങ്ങളെ എന്നെയും വേറെ 1-2 പേരെയും കൂടി തിരിച്ച് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ തുടർന്ന് പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ BScക്ക് ചേർന്നു. BSc കെമിസ്ട്രി. കെമിസ്ട്രിക്ക് അന്നേരം നമ്മുടെ സാറ്, പിന്നെ ഗോപാലകൃഷ്ണൻ സാറ്, അങ്ങനെയുള്ള ജോബ് സാർ, ഇങ്ങനെയുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ BSc പാസ്സായി കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു അന്ന്. അങ്ങനെ BSc പാസ്സായി കഴിഞ്ഞ് ഞാനും ജോർജ് കല്ലറയ്ക്കൽ, ഞങ്ങൾ 2 പേരായിരുന്നു ഇവിടെ വന്ന് പഠിച്ചോണ്ടിരുന്നത്. അങ്ങനെ 2 പേരും കെമിസ്ട്രി. അത് കഴിഞ്ഞ് കെമിസ്ട്രി BScക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടി. എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഗവൺമെന്റ് സ്കോളർഷിപ്പ്. അത് കാരണം MScക്ക് സ്കോളർഷിപ്പ് കിട്ടി. ഇവിടെ തന്നെ തുടർന്ന് പഠിച്ചു. MSc കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പിന്നെ ധർമാരാമിലേക്ക്, അവിടുത്തെ ഫിലോസഫി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ധർമാരാമിലേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ തന്നെ
അവിടെ മാന്നാനം കെ കോളേജിൽ ആളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കൊല്ലത്തേക്ക് അവിടെ ഒന്ന് പഠിപ്പിച്ചു. അത് ശരി, മാന്നാനം കെ കോളേജിൽ പഠിപ്പിച്ചു. ഈ MSc പൂർത്തിയാക്കി ഏത് വർഷമായിരിക്കും? 1969 പട്ടയേറ്റത്. അപ്പൊ അന്നൊക്കെ ഈ കെമിസ്ട്രിയിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ വളരെ നല്ല മികവുറ്റ അധ്യാപകരായിട്ടാണോ? അല്ല, യൂണിവേഴ്സിറ്റി തന്നെ ഒരു കേമന്മാരായിരുന്നു. നമ്മുടെ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി അദ്ദേഹം, പിന്നെ നമ്മുടെ വർഗീസ് സാറ്, അവരൊക്കെ പ്രധാനപ്പെട്ട അധ്യാപകരായിരുന്നു അവിടെ, അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് മാന്നാനം കെ കോളേജിൽ ഒരു കൊല്ലം ഞാൻ അധ്യാപകനായിരുന്നു കെമിസ്ട്രി പഠിപ്പിക്കാൻ അവിടെ. അന്ന് ഇവിടെ കോളേജ് പഠിക്കുമ്പോൾ ഇതിന് പുറമെ വല്ല ആക്ടിവിറ്റീസും കോളേജിലുണ്ട്? അതായത് കലോത്സവം ആ കാലത്ത് യൂണിയൻ ഇല്ലഞ്ഞു അങ്ങനെ. പക്ഷേ ഞങ്ങള് എന്താണ് ഫസ്റ്റ് UC എന്നാണ്. ഇപ്പൊ ഞാൻ സ്കൂളിലായിരുന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് UC, സെക്കൻഡ് UC ബോസ്കോ അവിടെ. അപ്പൊ ഞങ്ങൾ ഈ കോളേജിലെ ഇലക്ഷനൊക്കെ ഇവിടെയൊക്കെ വന്ന് നിൽക്കും കാണാൻ വേണ്ടിയിട്ട്. അത് വലിയ രസമായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് UC, സെക്കൻഡ്, അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ബോസ്കോ മുഴുവൻ ഇവനൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാലത്തും അന്ന് പാർട്ടി അടിസ്ഥാനത്തിലല്ല, നല്ല മിടുമിടുക്കന്മാര് നിൽക്കും. ചെയർമാനായിട്ടും സെക്രട്ടറി ആയിട്ടും തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയായിരുന്നു ആ കാലങ്ങളിൽ. എന്നാലും വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുത്തോണ്ട് വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുത്തോണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവർ നല്ല ലീഡർഷിപ്പ് കൊടുത്തിരുന്നു. പിന്നെ കലാകാര്യങ്ങൾക്കും ഒക്കെ അങ്ങനെ മനോഹരമായിട്ട് പോയി മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീമുണ്ടോ? ടീം അന്നാണ് ബാസ്കറ്റ് ബോളിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്നാ ഇവിടെ നമുക്ക് എപ്പോഴും നല്ല ബാസ്കറ്റ് ടീം ഉണ്ടായിരുന്നു, ബാസ്കറ്റ് ബോൾ ടീം. അതെ, നമ്മുടെ ബർത്ത്ഡേ മെമ്മോറിയൽ ട്രോഫിക്ക് അതൊന്നും മുതലൊക്കെ ഉള്ളതാ. അവരാജൻ സാർ, അദ്ദേഹം നല്ല കളിക്കാരനായിരുന്നു, ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെ പഠിച്ചിരുന്നതാണ്. ആ ടീമിലെ മിടുക്കനായിട്ടുള്ള നല്ല. അപ്പോൾ അങ്ങനെ ഉള്ള കാലമൊക്കെ ആയിരുന്നു, മനോഹരമായ കാലങ്ങൾ. അന്ന് ഇവിടുത്തെ ഒരു ജനസംഖ്യയും ഇവിടുത്തെ ആളുകളും ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ? ഞാൻ ഇവിടെ എന്ന് പറയുന്നത് ഇതൊക്കെ തേവരയിലെ ആളുകൾ, കാരണം ഇവിടെ കൊച്ചു ഒരു പള്ളിയുണ്ട്, നമ്മുടെ ഔസപിതാവിൻ്റെ പള്ളി, അത് ലത്തീൻ പള്ളിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ പോവും. പിന്നെ നമ്മുടെ ലൂർദ് പള്ളി, ഇതൊക്കെയാണ് പള്ളികൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് പ്രധാനമായിട്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ കാലത്തെ 5:30 കുർബാനയുണ്ട്. പിന്നെ ഇവിടെ വന്ന് കണ്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയി. മനോഹരമായൊരു അന്നത്തെ കാലത്തുണ്ട പ്രഗത്ഭന്മാരായ പ്രിയന്മാരുണ്ടായിരുന്നു. ആരൊക്കെയാ? നമ്മുടെ ക്ലെമന്റ് പിതാവില്ലേ, ക്ലെമന്റ് ഇവിടുത്തെ പ്രിയരായിരുന്നു. ജോസഫാത്തച്ഛൻ, പിന്നെ അങ്ങനെ ഒരു പ്രഗത്ഭന്മാരായ ആളുകളൊക്കെ ഇവിടെ ഭരിച്ചിരുന്ന പ്രഗത്ഭമായ കേന്ദ്രമായിരുന്നത്. പിന്നെ മറ്റാളുകളൊക്കെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു. ഇതല്ലേ ഒരു കോളേജ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ മഹാരാജാസ് കോളേജേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ. മഹാരാജാസ് കോളേജ് കഴിഞ്ഞാൽ തേവരയ്ക്ക് ഒരു പ്രാമുഖ്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രഗത്ഭമായ തേവര കോളേജിൽ പഠിച്ച പഴയ വിദ്യാർത്ഥിയാണ്. അല്ല, പക്ഷെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ ആയിട്ട് ഒന്ന് സമ്പർക്കം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതായത് അന്നത്തെ കാലത്ത് സഭയിൽ നമ്മുടെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുമായിരുന്നു. കാരണം അങ്ങനെ അധികം പുറത്തുള്ളവരുമായിട്ട് അങ്ങനെ ഇടപഴകി അത്രയും സ്വാതന്ത്ര്യമായിട്ട് പോവില്ല. അന്ന് കണ്ണടക്കം പാലിച്ച് ഭംഗി അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് അച്ഛൻ ഒരു കലാപരമായിട്ട് കാർട്ടൂണൊക്കെ വരച്ചു കേട്ടിട്ടുണ്ടല്ലോ. ആ കാലങ്ങളില് നമ്മുടെ മരീനോസ് എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. ഇവിടെ പഠിച്ചിരുന്നതാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ കലാകാരനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ഞാനും ഇങ്ങനെ വരയ്ക്കാനൊക്കെ ആയിട്ടും. അന്നത്തെ കാലത്ത് ഈ പെരുന്നാൾ വരില്ല അച്ഛന്മാരുടെയൊക്കെ, പ്രിയോർച്ചന്റെ പെരുന്നാളിന് അല്ലെങ്കിൽ പ്രിയോർ ജനറാളിന്റെ പെരുന്നാളിനൊക്കെ ഞാനാണ് ഈ സ്പിരിച്വൽ ഒക്കെ എഴുതുന്നത് ഭംഗിയായിട്ട്. അങ്ങനെയാണ് എൻ്റെ കല. പിന്നെ പത്രത്തിലൊരു പങ്ക്തി തുടങ്ങിയിരുന്നല്ലേ? അത് പിൽക്കാലത്താണ്. ഞാനവിടെ ധർമാരാമിലായിരുന്ന കാലങ്ങളിലാണ്. ധർമാരാമില് ഫിലോസഫി കഴിഞ്ഞ് പോയിട്ടുണ്ടാവുക. ആ കാലങ്ങളിൽ ഞാൻ ഈ നർമ്മ ഭാഷണം, അതായത് നർമ്മമായിട്ടുള്ളൊരു ക്രിട്ടിക്കൽ, അതാണ് നമ്മുടെ പിന്നെ ഈ മുട്ടത്തുവർക്കിയില്ലേ, മുട്ടത്തുവർക്കിയുടെ നോവൽ ഒന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഞാൻ. അപ്പൊ ഒരിക്കൽ
ഞാൻ അങ്ങനെ ഒരെണ്ണം എഴുതി അത് ദീപികയ്ക്ക് കൊടുത്തു. ദീപികക്കാരത് പബ്ലിഷ് ചെയ്തേ. അപ്പോൾ അത് ഇയാൾ വായിച്ചു നോക്കിയപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി, ഇത് നല്ല ക്രിറ്റിസിസമാണ്. അപ്പോൾ അവരോട് ചോദിച്ചു ആരാ ഇത് എഴുതിയെന്ന് ചോദിച്ചേ. അപ്പോൾ അവർ പറയൂല, ആരോട് പറഞ്ഞില്ല, ഗുണവാൻ എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ പേര് ബൊനോസൂസ് എന്നാണല്ലോ, ബൊനോസ്. അപ്പൊ അതിന്റെ ഒരു മലയാളീകരണമായിട്ടാണ് ഞാൻ ഗുണവാൻ എന്നുള്ള പേരിൽ എഴുതിയത്. അപ്പൊ ആരാണ് ഈ ഗുണവാൻ എന്നുള്ളത് അവർക്ക് അതും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അയാൾ എന്നെ എന്ന് അറിയാവോ, അന്ന് കേർലി വി എന്ന് പറഞ്ഞൊരു കർട്ടൂൺ പീസ് അതിനകത്തൊരു കോവർ എഴുതിക്ക് കൊടുത്തു പേര് ഗുണവാൻ എന്ന കോവർ എഴുതി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഇതെനിക്ക് മനസ്സിലായിരുന്നില്ല. അതെ അതെ, അന്ന് മുതലാണ് മുറിക്കുക എന്റെ പേര് ഗുണവാൻ എന്നുള്ളത് എനിക്ക് ഫേമസ് ആയി പോയത്. അല്ലെങ്കിൽ ശരിക്കും റിലീജിയസ് പേര് ബൊനോസൂസ് അർത്ഥം ഗുണവാൻ. ഗുണവാൻ അല്ല, ബോനോസ് എന്നുള്ളത് ഗുണമില്ലേ, ബൊനോസൂസ് അതിന്റെ അങ്ങനെ എടുത്തുള്ളൂ. പിൽക്കാലത്ത് ബൊനോസ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റില് പേര് പിന്നെ ഐസക് MJ എന്നായിരുന്നു എൻ്റെ പണ്ടത്തെ പാസ്പോർട്ടിലൊക്കെ അങ്ങനെയാണ് ഇപ്പോഴും. അല്ലില്ല, അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്യാൻ പോയപ്പോൾ പിന്നെ ഈ പേര് മാറ്റി. അല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനിടയാവുന്ന സാഹചര്യം, അതായത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നെ 70 മുതൽ പിന്നെ സൽമാര ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അതെ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പോഴത്തെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് അവിടെ 4-6 കൊല്ലം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് UGCയുടെ ഒരു ഫെലോഷിപ്പ് കിട്ടി. സാർമാർക്ക് ശമ്പളവും കിട്ടും, നമുക്ക് PhDയും ചെയ്യാം 3 വർഷത്തേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകാമെന്ന് വെച്ച്. പക്ഷെ അത് പേടിച്ചിട്ടാ പോയേ. അവിടെ എന്നാലും ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അവിടെ ഓൾ ഇന്ത്യ ലെവലിൽ 10-60 സാറന്മാരുണ്ടായിരുന്നു ഇന്റർവ്യൂവിനെ. അപ്പൊ കുരുത്തത്തിന് ഞാൻ ആ അവസാനത്തെ 6 പേരിൽ ഒരാളായിട്ട് കിട്ടി. 6 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സീറ്റ് കിട്ടി. അങ്ങനെയാണ് അവിടെ PhD ചെയ്തത്. 1981 PhD ചെയ്തത്. ശരി. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ധർമാര ക്രൈസ്റ്റ് കോളേജ് ജോയിൻ ചെയ്തു. ആ സമയത്ത് ആണ് പിന്നീട് കാനഡയിലേക്ക് പോകാനായിട്ട് എനിക്ക് ഫെലോഷിപ്പ് കിട്ടിയത്. അതായത് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്. അത് മഗിൽ യൂണിവേഴ്സിറ്റി മോൺട്രിയാൾ. അവിടെ ചെന്ന് അവിടെ ഞാൻ പിന്നെ ക്യാൻസർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിരുന്നത്. അവിടെ വെച്ചൊരു പ്രോട്ടീൻ കണ്ടുപിടിച്ചു. ആ പ്രോട്ടീൻ അത് അന്ന് ഇന്റർനാഷണൽ പബ്ലിക്കേഷനിലുണ്ടായി, ജേർണൽ ഓഫ് വൈറോളജിയിൽ പബ്ലിഷ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 ഫെലോഷിപ്പ് കിട്ടി. ഒരെണ്ണം നോബൽ പ്രൈസ് കൊടുക്കുന്ന പിന്നെ സ്ഥലത്ത് നിന്ന്, അതായത് കരോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. പിന്നെ ഒരെണ്ണം ലണ്ടൻ ക്യാൻസർ റിസർച്ച് ഫണ്ട് ലബോറട്ടറീസ് ലണ്ടൻ. പിന്നെ ഒരെണ്ണം അമേരിക്കയിൽ നിന്ന് പെൻസിൽവേനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. എത്ര വർഷം സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു? ഒരു 10-15 വർഷം വർക്ക് ചെയ്തു. അതായത് ഞാൻ 81 അവസാനമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് പല യൂണിവേഴ്സിറ്റീസിൽ, ആദ്യമേ മഗിൽ യൂണിവേഴ്സിറ്റി മോൺട്രിയാൾ, പിന്നെ പെൻസിൽവേനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി, അവിടെയുള്ള റിസർച്ചേഴ്സ് എല്ലാവരും കൂടി നമ്മുടെ കൊർണേൽ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിലെ. അത് കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ മോൺട്രിയാളിൽ നിന്ന്, അതായത് മഗിൽ യൂണിവേഴ്സിറ്റി, ഞാൻ കണ്ടുപിടിച്ച പ്രോട്ടീൻസ്, അതിൻ്റെ ഓസ്റ്റിയോപോണ്ടിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ്. അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡിയൊക്കെ നടന്ന് അവർക്ക് ഒരുപാട് കാശ് കിട്ടി. എന്നെ പിന്നെയും വിളിച്ചു അങ്ങോട്ട്. അപ്പോൾ അവിടെ വന്ന് ഞാൻ അത് കഴിഞ്ഞ് 3 കൊല്ലം കൂടി അവിടെ ജോലി ചെയ്തു. ഒരു റേഞ്ച് 20 കൊല്ലം ഉണ്ടാവുമോ? 20 അല്ല, എല്ലാം കൂടി ഒരു 25-26 വർഷം സയന്റിസ്റ്റ് ആയിട്ട്. അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ അതൊരു വലിയൊരു റിലീജിയസ് അച്ഛൻ എന്നുള്ള രീതിയിൽ, ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെങ്ങനെ എനിക്ക്, അതായത് ഞാൻ കാര്യം സയന്റിസ്റ്റ് ആണെങ്കിലും എല്ലായ്പ്പോഴും ഞാൻ താമസിച്ചിരുന്നത് പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. അവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പിന്നെ കാലത്തെ റെഗുലർ മാസ്, പിന്നെ ഞായറാഴ്ച സഹായിക്കും അവിടെ. അപ്പോൾ എല്ലായിടത്തും പിന്നെ പള്ളികളിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് സൗകര്യമായിട്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടീമിൽ വേറെ ആരെയും അച്ഛന്മാരോ കന്യാസ്ത്രീകളോ അല്ല, അച്ഛന്മാരായിട്ട് സയന്റിസ്റ്റായിട്ട് ആരും ഇല്ലായിരുന്നു എല്ലാ കാലങ്ങളും. പക്ഷെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ പറഞ്ഞാലും അവിടെ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കോൺസെപ്റ്റ്
അതൊരു ഡിസ്കഷൻ ആവില്ല. porque അവരെപ്പോഴും പറയുന്ന ഓരോരുത്തപ്പെടുന്ന അഗ്നോസ്റ്റിക്സ് എന്ന് പറയാം, അറിയാൻ പാടില്ല, മനസ്സിലായി, അത് അറിയാൻ പാടില്ല, ഉണ്ടെങ്കിലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം എന്നുള്ളൊരു നിലപാടാണ് വലിയ വലിയ സയന്റിസ്റ്റിൻ്റെ ഇടയിലും ഉള്ളത്. അതായത് അതൊരു അഗ്നോസ്റ്റിക് ഇതാണ്. അവർ പറയും ദൈവമുണ്ട്, ദാറ്റ്സ് ഓക്കെ, ബട്ട് വി ഹാവ് ടു, പിന്നെ അതെ നമ്മുടെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എന്ന് പറയുന്നത് ആദ്യമേ പലതരം എലമെന്റ്സ് ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ ആകാശത്തിൽ നിന്ന് പിന്നെ ഇടിവെട്ടും, അപ്പോൾ വേണമെങ്കിൽ ഇവിടെയുള്ള ഓക്സിജനും ഹൈഡ്രജനും കൂടി കൂടാനായിട്ടുള്ള എനർജി കിട്ടും. അങ്ങനെ കൂടിക്കൂടി ചെറിയ മോളിക്യൂൾസിൽ നിന്നാണ് വലിയ മോളിക്യൂൾസ് ഉണ്ടായത്. അങ്ങനെ വലിയ മോളിക്യൂൾസ് വന്ന് അവസാനം സംഹാവ് ഒരു പിന്നെ ജീൻ നമ്മുടെ ഇതിൻ്റെതായി അങ്ങനെ വന്നാണ് വെള്ളവും പിന്നെ ഇതുമെല്ലാം കൂടി ഒരു ജീവൻ അതിൽ നിന്ന് പുറപ്പെട്ടു, ഒരു ബാക്ടീരിയ, വൈറസോ. അത് കഴിഞ്ഞിട്ട് then it began to be എന്നാണ് ഒരു ഹൈപ്പോതെസിസേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രൂഫ് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല പറ്റുള്ളൂ. അതല്ല അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ദൈവത്തിന് ഇതൊക്കെ അതായത് മനുഷ്യൻ്റെ നമ്മുടെ ബുദ്ധിക്ക് ഒരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ആശയം വേണ്ടേ? ആ ആശയത്തിലാണ് നമ്മൾ. അപ്പോൾ അറിയാൻ പാടില്ലെന്നേ പറയുള്ളൂ, അത്രേ ഉള്ളൂ, അറിയാൻ പാടില്ല. നമ്മളൊരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് വി ആർ ബിലീവേഴ്സ്. നമ്മുടെ ഫെയ്ത്ത് എപ്പോഴും നമുക്ക് വലിയ അത് ശക്തിയാണ്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി ഡൗട്ട് ഇറ്റ് ഈസ് ഗാഡ്സ് വിൽ. കാരണം മോളിക്യൂൾസ് ആണ് എന്താണെങ്കിലും ഹിസ് ഹാൻഡ്സ് ആർ ദെയർ, ബട്ട് ഹീ ഈസ് കൺട്രോളിങ് ദിസ് സയൻസ്, ദിസ് യൂണിവേഴ്സ് ആൻഡ് എവരിതിങ്. ഹിസ് ഹാൻഡ്സ്, ഹെർ ഹാൻഡ്സ് അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ദൈവത്തിന് ജെൻഡർ ഉണ്ടോന്ന് എല്ലാം അതൊക്കെയാണ്. അത് ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് വെയർ വി ബിക്കം കൺഫ്യൂസ്ഡ് അൺലെസ് ഗോഡ് ഈസ് ദെയർ. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഐ മീൻ ആസ് എ ക്രിസ്ത്യൻ ഇറ്റ് ഈസ് നോട്ട് എ കോൺസെപ്റ്റ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. മനസ്സിലായോ? നമ്മുടെ ശരിയായുള്ള വിശ്വാസം, ശരണം, ഉപവി എന്നുള്ളത് ദൈവിക പുണ്യങ്ങളാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ശരിയായിട്ട്. കാരണം എല്ലാത്തിനും ലോജിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും അർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും നിരാശരായി കഴിഞ്ഞാൽ പിന്നെ പോയി. അതങ്ങനെയല്ല. ആ നിരാശ എന്ന് പറഞ്ഞാൽ അതാണ് ഈശോയുടെ പ്രത്യേകത. ഹി വാസ് ദെയർ ലൈക്ക് അസ്, ഹി ഫെൽറ്റ് ലൈക്ക് അസ് എവറി മോമെൻറ്റ്. അവസാനം തന്നെയാണെങ്കിലും ഞാൻ പറയും പിന്നെ ഗെത്സേമൻ തോട്ടത്തിൽ പോയി പുള്ളിക്കാരൻ അവിടെ കർത്താവുമായിട്ട് പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ പക്ക മനുഷ്യത്വമാണ് അവിടെ കാണിച്ചു തന്നത്. കാരണം ഹി വാസ് സോ അപ്സെറ്റ്, സോ ഷാറ്റേഡ്. ആൻഡ് നമ്മളെപ്പോലെ തന്നെ ഹി ഓൾസോ പ്രേഡ് ടു ഹിസ് ഫാദർ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണമെന്ന്. കാരണം ദാറ്റ് ഈസ് അവർ ഫീലിംഗ്. എന്നിട്ട് എന്താ ഈശോ, ദെൻ ഹി ഷോഡ് us how to deal with that. No, it is not my will, it is your will that should be done. ആ വലിയ ശക്തിയാണ് നമ്മുടെ ഈശോ നമുക്ക് കാണിച്ചു. ആ ശക്തി നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ നേരം വൈകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 ചോദ്യങ്ങൾ മാത്രം. ഒന്ന്, അച്ഛൻ്റെ ഈ എനർജിയുടെ രഹസ്യം എന്താണ്? അങ്ങനെ എനർജി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ 88 വയസ്സ് കഴിഞ്ഞു, 89ാമത്തെ വയസ്സിലേക്ക് കയറി. പക്ഷേ ഞാൻ ഇപ്പോൾ കളിക്കുന്നൊക്കെ ഉണ്ട്. അതായത് ഞാൻ ടേബിൾ ടെന്നീസ് കളിക്കും. പിന്നെ ഇപ്പോൾ വലിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പറഞ്ഞാൽ അധികമൊന്നുമില്ല. അപ്പം അതിൻ്റെ കാര്യം, ഞാനൊരു സയൻറ്റിസ്റ്റും കൂടിയാണല്ലോ, ഒരു ബയോളജിസ്റ്റും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ആ തരത്തിൽ കൂടി ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എപ്പോഴും അധികം കഴിക്കുക എന്നുള്ളതല്ല. കാരണം നമ്മുടെ അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ബാലൻസ്ഡ് ഡയറ്റ്. ചുമ്മാ ചോറ് വയർ നിറച്ചതിനോട് കാര്യമില്ല. എല്ലാം, അതായത് വൈറ്റമിൻസ് ഉണ്ടാവണം, പിന്നെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവണം, അങ്ങനെയുള്ള ഇതൊക്കെ എന്നാലാണ് നമുക്ക് മുറയ്ക്ക് ആരോഗ്യത്തിൻ്റെ. കാരണം നമ്മുടെ പിന്നെ ഈ സെൽസ് വളരാനും സെൽസ് ഡിവൈഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിലേക്ക് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, പിന്നെ വേറെ റെയർ എലമെൻറ്റ്സ്, പിന്നെ വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ നമ്മുടെ കഴിയുന്നിടത്തോളം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം, നമ്മുടെ ഡയറ്റ്. ഞാൻ പറയുന്നത് അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എല്ലാം ശരിയാവില്ല, നമ്മൾ മുഴുവനും കൂടെ പറ്റില്ല. ഞാൻ പറയാം അതൊരു പിന്നെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡാണെന്ന് പറയാം. രണ്ടാമത്തെ സിമ്പിൾ ചോദ്യം, എന്തിനാ തൊപ്പി വെച്ചിരിക്കുന്നത്?
തൊപ്പി വെച്ചിരിക്കുന്നത് കാരണം ഒന്നാമതായിട്ട് പിന്നെ വെയില് എനിക്ക് വലിയ ഇഷ്ടമില്ല, പിന്നെ ഒരു തൊപ്പി ഞാനവിടെയൊക്കെ എപ്പോഴും വെച്ചോണ്ടായിരിക്കുന്നത്. പിന്നെ വേണമെന്നില്ല. മൂന്നാമത്തെ കാര്യം, ഈ തേവര കോളേജിൽ ഇത്രയും വർഷം നമ്മളിവിടെ പറയുന്നത് സാറിന് KG to PG എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ KG ഉണ്ടായിരുന്നില്ലല്ലോ. KG ആശാങ്കള്ളി പോലെ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ 1ാം ക്ലാസ് മുതൽ. അല്ല, ആശാങ്കള്ളി പോയിട്ടുണ്ട്. എന്റെ അമ്മ പോയ ആശാങ്കള്ളി തന്നെ ഞാനും പോയിട്ടുണ്ട്. ഓലയൊക്കെ പിടിച്ചു പോയിട്ടുണ്ട്. എന്നാലും അപ്പൊ 1ാം ക്ലാസ് മുതൽ PG വരെ ഇവിടെ പഠിച്ചു ദീർഘകാലം. അതുപോലെ പഠിച്ച വളരെ അപൂർവം വരെ ഉണ്ടാവുള്ളൂ ഈ പരിസരങ്ങളിൽ. എല്ലാം തേവര സേക്രഡ് ഹാർട്ടിന്റെ കീഴിൽ പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ള സേക്രഡ് ഹാർട്ടിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും സ്വപ്നങ്ങൾ പറയാനായിട്ടുണ്ട്? എങ്ങനെ ആകണം കോളേജ്, ഇങ്ങനെ വളരെ? അതായത് ഇത് ആ കാലങ്ങളിൽ ഞാൻ ആദ്യമേ വന്നപ്പോഴത്തേക്ക് ഇത് പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി കീഴിലായിരുന്നു. 1943 മറ്റാണ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. 44 അല്ലേ, ഒന്ന് പിന്നെ സാലോസിൻ്റെ ഒക്കെ പ്രശ്നഫലമായിട്ട്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ അത് മനോഹരമായിട്ട് പോയിരുന്ന ഒരു പ്രധാനപ്പെട്ട കോളേജായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാം കൂടി കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലായി. അത് കഴിഞ്ഞിട്ട് ഫ്ലറിഷിങ് പിന്നെ കോളേജായിട്ടാണ് നമ്മുടെ ഈ കോളേജ്. ജോൺ ബർക്ക്മാൻസ് കോളേജ്, പിന്നെ മഹാരാജാസ് കോളേജ്, ഇതൊക്കെയായിരുന്നു ആ കാലങ്ങളിൽ. അപ്പോൾ നമ്മൾ അഭിമാനപൂർവ്വം പഠിച്ചിരുന്ന ഒരു കോളേജാണത്. അപ്പോൾ ഇതിൻ്റെ ഭാവി ഞാനിപ്പോൾ ഇറ്റ്സ് ഗ്രോയിങ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ക്യാമ്പസസ് നൗ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയും കാര്യങ്ങളനുസരിച്ച് വരുന്ന സ്വാതന്ത്ര്യത്തിന് കുറച്ച് കുറവുണ്ടാവും, മനസ്സിലായി. അതനുസരിച്ച് നമ്മളുടെ പിന്നെ ഉദ്ദേശം അനുസരിച്ച് ഫ്രീ ആയിട്ട് ഗ്രോ ചെയ്യാനും സാധിക്കില്ലല്ലോ. പക്ഷേ ട്രൈ വെൽ ഒരു യൂണിവേഴ്സിറ്റി ആവണം. ഇപ്പോൾ എന്താണ് പറയുന്നത്, ഓട്ടോണമസ് ഉണ്ട്. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ പലരും ഓട്ടോണമസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ആയില്ല. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടിയൊക്കെ ക്യാമ്പസ് കുറേ കൂടി ഉണ്ടാവണം. പിന്നെ ഇതെല്ലാം കൂടി പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഗവൺമെൻറ് അല്ലേ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഐ വിഷ് യു ഓൾ വെൽ, മനസ്സിലായോ? ഞാൻ പഠിച്ചിരുന്ന ഈ പിന്നെ കോളേജ് ഇത്ര വലുതായി, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനവും ഈ സ്ഥലവും ഒക്കെ പണ്ടുള്ളതിനൊക്കെ എത്രയും വിശേഷമായിട്ട് എത്ര വ്യത്യാസപ്പെട്ടതായി നിങ്ങളെയൊക്കെ. അപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. അച്ഛൻ്റെ ചെറുപ്പം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം 2025 ഏറ്റവും സൗഭാഗ്യപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാൻ സാധിച്ചതിലും ഇത് വരാൻ സാധിച്ചതിലും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു.